എക്സാം, ഫിസിക്കൽ, മെഡിക്കൽ ഇത് മൂന്നെണ്ണത്തിനെ പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും താഴെ കമന്റിലൂടെ അറിയിക്കുക. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് ഇന്ത്യൻ എയർഫോഴ്സിൽ നിന്നും പുതിയൊരു റിക്രൂട്ട്മെന്റിന്റെ നോട്ടിഫിക്കേഷന്റെ ഡീറ്റെയിൽസ് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ വിളിച്ചിരിക്കുന്നത് എയർമാൻ ഗ്രൂപ്പ് എക്സ്, ഗ്രൂപ്പ് വൈ ട്രേഡുകളിലേക്കാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇതിനെ പറ്റിയിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും കവർ ചെയ്ത് പോകുന്നുണ്ട്. വീഡിയോ നിങ്ങൾ അവസാനം വരെ കണ്ട് മനസ്സിലാക്കുക. ഓൺലൈനായിട്ട് രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന ഡേറ്റ് എന്ന് പറയുന്നത് 22 ജാനുവരി 2021 മുതൽ 7 ഫെബ്രുവരി 2021 വരെയാണ്. ഓൺലൈൻ എക്സാമിനേഷൻ ഡേറ്റ് എന്ന് പറയുന്നത് 18 ഏപ്രിൽ 2021 22 ഏപ്രിൽ 2021 ഇടയിലാണ്. അങ്ങനെ കുറെ കാര്യങ്ങൾ ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യാനുണ്ട്. വീഡിയോ തീർച്ചയായും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒന്ന് തന്നെയാണ്. കാരണം +2 യോഗ്യതയുള്ള ഏതൊരു വ്യക്തിക്കും അപേക്ഷിക്കാൻ കഴിയുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ അതിനെപ്പറ്റി ചർച്ച ചെയ്യാം. നിങ്ങൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തുടർന്നുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാൻ മറക്കണ്ട. വീഡിയോ തീർച്ചയായും നിങ്ങൾക്ക് ഉപകാരപ്പെടും. മറക്കാതെ ഇപ്പോഴേ ലൈക്ക് ചെയ്തേക്കുക. വീഡിയോ കുറിച്ചുള്ള ഡൗട്ടുകൾ താഴെ കമന്റിലൂടെ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. താഴെ ഡിസ്ക്രിപ്ഷനിൽ ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് ലിങ്ക് ഉണ്ട്. നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഏറ്റവും പുതിയ ജോബ് ന്യൂസുകൾ നിങ്ങൾക്ക് അവിടെ നിന്ന് ലഭിക്കുന്നതായിരിക്കും. അൺമാരീഡ് ഇന്ത്യൻ മെയിൽ കാൻഡിഡേറ്റ്സിനായിട്ടാണ് ഇപ്പോൾ റിക്രൂട്ട്മെന്റ് വിളിച്ചിട്ടുള്ളത്. 18 ഏപ്രിൽ 2021 22 ഏപ്രിൽ 2021 ഇടയ്ക്കായിരിക്കും എക്സാമിനേഷൻ പറഞ്ഞിരിക്കുന്നത്, അല്ലെങ്കിൽ സെലക്ഷൻ ടെസ്റ്റ്, അതായത് എക്സാമിനേഷൻ ആണ് പറയുന്നത്. ഗ്രൂപ്പ് എക്സ് ട്രേഡുകളും അതുപോലെ തന്നെ ഗ്രൂപ്പ് വൈ ട്രേഡുകളാണ് വിളിച്ചിട്ടുള്ളത്. ഇതിൽ ഗ്രൂപ്പ് എക്സിൽ എക്സെപ്റ്റ് എഡ്യൂക്കേഷണൽ ഇൻസ്ട്രക്ടർ ട്രേഡ് ഒഴിച്ച് മറ്റെല്ലാ ട്രേഡുകളിലും വിളിച്ചിട്ടുണ്ട്. ഗ്രൂപ്പ് വൈയിലും അതുപോലെ കുറെ കാര്യങ്ങൾ ഒഴിച്ചിട്ടാണ് ഇപ്പോൾ വിളിച്ചിട്ടുള്ളത്. അടുത്തതായിട്ട് ഡേറ്റ് ഓഫ് ബർത്ത് നോക്കുകയാണെങ്കിൽ 16 ജാനുവരി 2001 29 ഡിസംബർ 2004 ഇടയ്ക്ക് ജനിച്ചവർക്കാണ് അപേക്ഷിക്കാനുള്ള അവസരം ലഭിക്കുക. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ ഗ്രൂപ്പ് എക്സ് ട്രേഡിൽ പറയുന്നത് 50% മാർക്ക് ഉണ്ടായിരിക്കണം. +2 മാത്സ്, ഫിസിക്സ്, ഇംഗ്ലീഷ് 50% അഗ്രിഗേറ്റ് പെർസെന്റേജ് ഉള്ളവർക്ക് അപേക്ഷിക്കാനായിട്ട് കഴിയും. ഗ്രൂപ്പ് വൈ നോക്കുകയാണെങ്കിൽ +2 ഏതൊരു സബ്ജക്ട് പഠിച്ചവർക്കും അപേക്ഷിക്കാനായിട്ട് കഴിയും. 50% ആണ് അഗ്രിഗേറ്റ് മാർക്ക് പറയുന്നത്. ഇംഗ്ലീഷിലും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, സോ ഇതാണ് അതിന്റെ ഡീറ്റെയിൽസ്. ഗ്രൂപ്പ് വൈ മെഡിക്കൽ അസിസ്റ്റന്റ് ട്രേഡ് നോക്കുകയാണെങ്കിൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ഇംഗ്ലീഷ് പഠിച്ചിട്ടുണ്ടായിരിക്കണം. +2 ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ഇംഗ്ലീഷ് പഠിച്ചിട്ടുള്ളവർക്കാണ് അവസരം. സോ അതിന്റെ ഡീറ്റെയിൽസ് നിങ്ങൾ ക്ലിയർ ആയിട്ട് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അടുത്തതായിട്ട് സെലക്ഷൻ പ്രൊസീജിയേഴ്സിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ ആദ്യമായിട്ട് തന്നെ ഒരു എക്സാമിനേഷൻ ആയിരിക്കും ഉണ്ടാകുക. രണ്ടാമതായിട്ട് ഫിസിക്കൽ, മൂന്നാമതായിട്ട് മെഡിക്കൽ എക്സാമിനേഷൻ ആണ് ഉണ്ടാകുക. അപ്പോൾ 3 വിഷയങ്ങൾ എക്സാം, ഫിസിക്കൽ, മെഡിക്കൽ ഇത് മൂന്നെണ്ണത്തിനെ പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും താഴെ കമന്റിലൂടെ അറിയിക്കുകയാണെങ്കിൽ തീർച്ചയായും അടുത്ത ദിവസങ്ങളിൽ ഇതിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നൊരു നോട്ടിഫിക്കേഷൻ ആണ്, അതുകൊണ്ടാണ് ഇത്രയും ഷോർട്ട് ആയിട്ട് ഒരു വീഡിയോ ഇടുന്നത്. സോ നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. മാക്സിമം സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ കുറിച്ചുള്ള ഡൗട്ടുകൾ തീർച്ചയായും താഴെ കമന്റിലൂടെയും ചോദിക്കാം. ഓക്കെ.